ഹലോ, നമ്മുടെ കോക്കട്ടീലിന്റെ പെയറുകളിൽ ഒറ്റ പെയർ മാത്രമായിട്ടാ നല്ലോണം കുട്ടികളൊക്കെ നോക്കി വളർത്തിയെടുക്കും. പക്ഷെ ഇപ്രാവശ്യം അവര് നമുക്ക് നല്ല രീതിക്കുള്ള പണി തന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ ഉണ്ടായിരുന്ന 4 മുട്ടയും വിരിഞ്ഞ് കുട്ടികളൊക്കെ ഏകദേശം ഒരു 3 ആഴ്ച പ്രായമായപ്പോഴത്തേനും അവര് തീറ്റ കൊടുക്കും. നല്ലപോലെ തീറ്റ കൊടുത്തിരുന്നവര് പെട്ടെന്ന് തന്നെ ഇതെന്താ നിർത്തണെന്ന് നമുക്ക് മനസ്സിലാവണില്ല കേട്ടാ. ചിലപ്പോ നമ്മുടെ വിഷുവിന്റെ പടക്കം പൊട്ടിക്കലിന്റെ സൗണ്ട് ഒക്കെ കേട്ട് പേടിച്ചിട്ടായി. വിഷുവിന്റെ അന്ന് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകുന്നതോട് കൂടിയിട്ട് പിന്നെ നമ്മുടെ ശ്രദ്ധയും ഇവർക്ക് കിട്ടാതെയായി. അങ്ങനെ നമുക്ക് നഷ്ടമായത് 2 കോക്കട്ടീൽ കുട്ടി. ഇനിയുള്ള രണ്ടാമത്തിനും കൂടി അവിടെ നിർത്തി പോരാനായിട്ട് നമുക്ക് തീരെ ധൈര്യമില്ലാത്ത കാരണം രണ്ടാളെയും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടു. കുറച്ചൊക്കെ തളർച്ച ഉണ്ടായിരുന്നെങ്കിലും ഒരാഴ്ച നമ്മുടെ ഹാൻഡ് ഫീഡ് ബോഡി ചെന്നോട് കൂടിയിട്ട് ആശാമാര് നല്ല ഉഷാറായിട്ടുണ്ട്. A90 ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയായിട്ടാണ് നമ്മൾ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. പൊതുവെ ഈ കോക്കട്ടീൽ കുട്ടികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സിറിഞ്ച് കൊണ്ട് ചെല്ലുമ്പോഴത്തേനും ആക്രാന്തം കാണിച്ചിട്ടായിരിക്കും വായ തുറന്ന് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഇങ്ങനത്തെ ഒരു സിറിഞ്ചുള്ള കാരണം കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫുഡ് നമുക്ക് ഇവരുടെ ക്രോപ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ സിറിഞ്ച് കൊണ്ടും സ്പൂൺ കൊണ്ട് വരെ കോരി നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റും. കിളികളെ ഇണക്കി വളർത്താനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ കുട്ടികളെ എടുത്തിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ യൂട്യൂബിൽ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് അന്ന് എന്റെ അടുത്ത് ഹാൻഡ് ഫീഡിങ് ചിക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.